നടിപ്പിൻ നായകൻ സൂര്യ നായകനാകുന്ന ബ്രഹ്മാണ്ഡ ചിത്രം കങ്കുവ ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. കങ്കുവയുടെ ഒരു റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഭാഗത്ത് നോക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക, എന്നാലേ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. കങ്കുവയിൽ ഇരട്ട വേഷത്തിലാണ് സൂര്യ എത്തുന്നത്. ഗോവയിൽ പോലീസിന് വേണ്ടി ഗുണ്ടാ തലവന്മാരെ വേട്ടയാടാനിറങ്ങുന്ന ബൗണ്ടി ഹണ്ടർ ഫ്രാൻസിസിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. എന്നാൽ 1000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന കങ്കുവയുടെ കഥ പറയാൻ തുടങ്ങിയതോടെ കളി മാറുകയാണ്. പിന്നീട് 1000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന കങ്കുവയുടെ കഥയിലേക്ക് സിനിമ മാറുകയാണ്. സൂര്യയുടെ ഫ്രാൻസിസിനേക്കാൾ ഒരുപക്ഷെ പ്രേക്ഷകന് കൂടുതൽ ഇഷ്ടപ്പെടുക കങ്കുവ എന്ന കഥാപാത്രത്തെ ആയിരിക്കും. തുടക്കം തന്നെ സിനിമയുടെ ഒഴുക്ക് നഷ്ടപ്പെടുന്നത് കാണാൻ കഴിയും. പ്രത്യേകിച്ചും ഫ്രാൻസിസും ദിശ പട്ടാണി അവതരിപ്പിക്കുന്ന ആഞ്ചലീനയും തമ്മിലുള്ള രംഗങ്ങൾ ക്രിഞ്ച് ലെവലാണ്. 1000 വർഷം മുമ്പ് ഒരു സാങ്കല്പിക ദേശത്ത് നടന്ന കഥയാണ് കങ്കുവയിലൂടെ പറയുന്നത്. 5 ഗോത്രങ്ങൾ, അവയുടെ ഭരണാധികാരികളുടെ മക്കൾ പരസ്പരം ചെയ്യുന്ന ക്രൂരതകൾ, പകയും പ്രതികാരവും മൂലം വലിയ യുദ്ധങ്ങൾക്കിറങ്ങുന്ന വീരനായകർ, അവരുടെ നായകനായ കങ്കുവ, മകനെ സംരക്ഷിക്കാമെന്ന് ഒരമ്മയ്ക്ക് കൊടുത്ത വാക്കുമൂലം സ്വന്തം നാടുപേക്ഷിച്ച് കാട്ടിലേക്ക് പോകുന്ന കങ്കുവയായി സൂര്യയുടെ പ്രകടനം എന്നിവയാണ് ചിത്രത്തിലുള്ളത്. സൂര്യയുടെ പ്രകടനത്തിനപ്പുറം ചിത്രത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രകടനങ്ങളും കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ സൂര്യയുടെ പ്രകടനം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇതിനുവേണ്ടി സൂര്യ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ചിത്രം കാണുമ്പോൾ മനസ്സിലാകും. എന്നാൽ സൂര്യയുടെ പ്രകടനത്തിനപ്പുറത്ത് കങ്കുവയ്ക്ക് പുതുതായൊന്നും നൽകാൻ കഴിയുന്നില്ല. കേട്ടുപരിചയമുള്ള കഥയാണ് എന്നത് തന്നെയാണ് പ്രധാന പ്രശ്നം. ശിവയുടെ സംവിധാനത്തിലെത്തിയ ചിത്രത്തിൽ ആദ്യം മുതൽ അവസാനം വരെ നിരവധി ആക്ഷൻ സീക്വൻസുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ശിവയുടെ സ്ഥിരം അച്ഛൻ മകൻ പാസം, അമ്മ മകൻ പാസം, ചേട്ടൻ അനിയൻ പാസം എന്നിവയൊക്കെ ചിത്രത്തിലുണ്ട്. ഇതൊന്നും പതിവ് പോലെ ഏൽക്കുന്നുമില്ല. മുൻപ് പലതവണ കണ്ടു പരിചയമുള്ള കഥാപശ്ചാത്തലത്തിൽ 2.5 മണിക്കൂറോളം ദൈർഘ്യമുള്ള സിനിമയുമായി എത്തുമ്പോൾ അത് എത്രമാത്രം പ്രേക്ഷകന് സ്വീകാര്യമാകും എന്നതാണ് കങ്കുവ നേരിടുന്ന വെല്ലുവിളി. പിന്നീട് സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ കുറച്ച് അത്യാവശ്യം ആക്ഷൻ സീനുകളൊക്കെ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് സിനിമയിൽ അത്യാവശ്യം നല്ല എടുത്തു പറയാൻ പറ്റിയ ഘടകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ക്യാമറ വർക്കൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഗ്രാഫിക് സീനുകളൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നമുക്കൊരു വലിയ അല്ലെങ്കിൽ ഒരു നല്ലൊരു തിയേറ്ററിൽ പോയി കാണുകയാണെങ്കിൽ വിഷ്വലി നമുക്ക് കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സിനിമ ഒരു ആവറേജിനും താഴെ നിൽക്കുന്ന ഒരു അനുഭവം തന്നെയാണ് ഈ ഒരു സിനിമ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ വളരെ മോശമൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് നൽകിയത്. അപ്പോൾ നിങ്ങൾ ഈ ചിത്രം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.